ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു പൈനാപ്പിൾ ജ്യൂസുമായിട്ടാണ്. എൻ്റെ വീട്ടിലുണ്ടായ പൈനാപ്പിൾ തന്നെയാണിത്. അതിലേക്ക് ഇഞ്ചിയും ചെറുനാരങ്ങ നീരും ഒക്കെ ഇൻഗ്രീഡിയൻസ് ചേർത്തത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയും ജ്യൂസിയുമായിട്ടുള്ള ഒരു പൈനാപ്പിൾ ജ്യൂസാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. എൻ്റെ വീട്ടിൽ ടെറസിൻ്റെ മുകളിലുണ്ടായ ഒരു പൈനാപ്പിളാണിത്. അതുമാത്രം ഞാൻ ടെറസിൻ്റെ മുകളിൽ ഒരു പെട്ടിയിൽ മണ്ണിട്ട് വെച്ച് കൊടുത്തിട്ടുള്ളതാണ്. ഇത് ഞാൻ പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. കൈക്ക് മുള്ളു തറിക്കുന്നത് കൊണ്ട് പൊട്ടിച്ചെടുക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല. കടയിൽ നിന്നും ഒരു പൈനാപ്പിൾ വാങ്ങിയപ്പോൾ ഇതുപോലെയുള്ള ഒരു ചെടി ഞാൻ നട്ടതാണ്. അതിൽ നിന്നും ഉണ്ടായിട്ടുള്ളതാണിത്. ചെറിയ ഒരു പൈനാപ്പിളാണ്. നല്ല പഴുത്ത പൈനാപ്പിളാണ്. മൂത്തിട്ടുണ്ട്, നല്ലതുപോലെ മൂത്ത് പഴുത്തതാണ്. ഇതുകൊണ്ട് നമുക്ക് ജ്യൂസ് അടിക്കാം. ഈ പൈനാപ്പിൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ മുകളിൽ ഇതൊരു മുള വന്നിട്ടുണ്ട്, അത് നമുക്ക് കുഴിച്ചിട്ട് കൊടുക്കാം. കത്തി കൊണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ കട്ട് ചെയ്ത് കൊണ്ടുവരാം. പൈനാപ്പിൾ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ നടുക്കുള്ള ഒരു സാധനമാണിത്. അത് നമുക്ക് കളയേണ്ടതാണ്. പൈനാപ്പിൾ നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു ചെറുനാരങ്ങയുടെ പകുതി, അതിൻ്റെ നീര് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്ത് അടിച്ച് കൊണ്ടുവരാം. 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൈനാപ്പിൾ ഇവിടെ അടിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്കതൊരു ഗ്ലാസിൻ്റെ ജാറിലേക്ക് അരിച്ചടിച്ച് കൊടുക്കാം. പൈനാപ്പിൾ ഇവിടെ എടുത്തിട്ടുണ്ട്. നല്ല ജ്യൂസി ആയിട്ടുള്ള പൈനാപ്പിളാണിത്. ഇത്രയും ജ്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊരു ഗ്ലാസ്സിലേക്ക് പകർത്തി കൊടുക്കാം. ഇതിലേക്ക് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാം. നല്ല ജ്യൂസി പൈനാപ്പിൾ ഇവിടെ റെഡിയാണ്. എൻ്റെ വീട്ടിലുണ്ടായത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണിത് കുടിക്കുവാനും. കുറച്ച് ബാക്കിയുണ്ടായിരുന്നു, അത് ഞാൻ കുടിച്ചു. എന്നാൽ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. കമൻറ്റും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.